അടിപൊളിയായിട്ടുണ്ട്. ഇത് ആക്ച്വലി മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേക്കുന്ന ടൈം മാത്രം മതി. സോ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ നോക്കാം. ഫസ്റ്റ് തന്നെ വാഷ് ചെയ്ത് ചിക്കനിലേക്ക് പച്ചമുളക്, സോയാ സോസ്, ഉപ്പ്, കുരുമുളക് പൊടി, വെള്ളം ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. സോ ചിക്കൻ വേകുന്ന സമയത്ത് ഇതിലേക്കുള്ള സോസിൻ്റെ കൂട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കുറച്ചൊന്ന് മൂപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക, പിന്നെ സവാള ആഡ് ചെയ്യാം. പിന്നെ ഈ സവാളയൊന്നും അധികം വാട്ടണ്ട, ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. അധികം നേരം നമ്മൾ വന്നിട്ട് കളറൊന്നും മാറ്റണ്ട, ഒരു പച്ച ചൊവയായിട്ട് തന്നെ ഇരിക്കണം. ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു, പിന്നെ ടൊമാറ്റോ സോസും ഉപ്പും പിന്നെയും ഇട്ട് കൊടുത്തു, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് ഒന്ന് സോട്ടായതിന് ശേഷം ഞാൻ നമ്മുടെ ചിക്കനിലേക്ക് ഈ നമ്മുടെ കൂട്ടങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ടൊമാറ്റോ സോസ് പോരാന്ന് തോന്നി, അങ്ങനെ ടൊമാറ്റോ സോസ് കുറച്ചും കൂടി ഇട്ടു. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു. മധുരമില്ലാത്ത ടൊമാറ്റോ സോസ് ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിതിൽ മുളക് പൊടി തീരെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള എരിവെന്ന് പറയുന്നത് കുരുമുളക് പൊടിയും നമ്മുടെ പച്ചമുളകുമാണ്. 10 മിനിറ്റ് ഒന്നും കൂടി ഇതെല്ലാം കൂടി മൂടിയിട്ട് വേവിച്ചാൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ.